ജീവനുള്ള പ്രതിമകൾ എം രാജീവ് കുമാർ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, എം ജി സോമൻ, കരമന ജനാർദ്ദനൻ നായർ, രാജു, കെ എ അസീസ്, ജഗദീഷ്, സി ഐ പോൾ, ആറന്മുള പൊന്നുമ്മ, രാജകുമാരി, ഭാഗ്യലക്ഷ്മി. സംവിധാനം സതീഷ് ചന്ദ്രൻ. ഇത് നമ്മുടെ അവസാനത്തെ ശ്രമമാണ്. ഇതിൽ വീണാ വീണു, കേറിയാ കേറി. കേട്ടല്ലോ എല്ലാരും? ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾ സുമാറാക്കണം. വർഗീസേ, കേട്ടല്ലോ? കേട്ടു. ആ, വേണ്ടതൊക്കെ ചെയ്തേക്ക്. എന്താ, തട്ടണമെങ്കിൽ തട്ടിക്കോ. ഏറ്റു. ഞാനും ഒപ്പമുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിനക്ക് വിട്ടു തന്നിരിക്കുക. യാത്ര തിരിക്കുന്നതിന് മുമ്പേ പറഞ്ഞത് എന്തിനെന്ന് വെച്ചാൽ പിന്നെ ഒരു കശവിശ അത് ഒഴിവാക്കാനാ. മനസ്സിലായല്ലോ? അത് പിന്നെ സുന്ദരേശൻ മുതലാളി പറയുന്നതിനപ്പുറമുണ്ടോ? പക്ഷിപിടുത്തത്തിന്റെ നല്ല ഒരു കോൺട്രാക്റ്റാ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ, ഒന്നും വിട്ടുപോകരുത്. തോക്കും വലയും പ്രത്യേകം മുമ്പിലത്തെ ജീപ്പി കയറ്റ്. നീ എന്താടാ ത്രിലോചന ഇതൊക്കെ നോക്കി ചിരിക്കുന്നത്? അല്ല, ഇതൊക്കെ കണ്ടാ തോന്നുമല്ലോ നമ്മളെന്തോ സർക്കസ് നടത്തുന്നവരാണെന്ന്. ഈ പക്ഷിക്കൂടും വലകളും പ്രത്യേകം ഉണ്ടാക്കിയ കമ്പും കോലും ഒക്കെ. അവിടെ എന്താ ഒരു രസം പറച്ചിൽ? ആ, അതൊക്കെ പിന്നെ നേരമില്ല, വൈകുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. ഇവനൊരു സംശയം മുതലാളി, നമ്മൾ എവിടെയാ പോണതെന്ന്. പക്ഷികളെ പിടിക്കാൻ. അതിനിപ്പോ ഇത്ര സന്നാഹം എന്തിനാ? ഒറ്റ പക്ഷിയെ അല്ല, പിന്നെ ഒരു കൂട്ടം പക്ഷികളെ, കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെ. മനസ്സിലായോ? ഞാൻ എന്തിനാ കൂടുതൽ മനസ്സിലാക്കുന്നേ? ഉപ്പും ചോറും തിന്നുന്നതും കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. വർഗീസേ, എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. റെഡി. എങ്കിൽ എന്തിനാ ഇനി താമസിക്കുന്നത്? ഒരു തേങ്ങ ഉടച്ച് പോകരുതോ? പോകാം. നീ എന്താടാ മുഴുങ്ങസ്യാന്ന് നിൽക്കുന്നേ? ഇവൻ അറിഞ്ഞു തന്നെ ആ തന്ത ത്രിലോചനാന്ന് പേരിട്ടത്. ഓ, തുടങ്ങി. ഒരു വഴിക്ക് പോകുമ്പോഴാ. എന്താ നീ ഇരുന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ലേ, ഈ അവിടം വരെ ജീപ്പ് ഓടിക്കുന്ന കാര്യം ആലോചിക്കായിരുന്നു. അവിടുത്തെ പ്രത്യേകത എന്താ? വിചിത്രമായ പക്ഷികളുടെ നാടാണ്. കൂട്ടം കൂടി പറക്കുന്ന പക്ഷികളെ പിടിച്ചേൽപ്പിക്കുക മാത്രമാണ് നമ്മുടെ ജോലി. ഒരു നിയോഗം. ദീപക്കിനെ ഇതുവരെ കണ്ടില്ല. അച്ഛനായാലും മോനായാലും കാത്തു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. കാത്തു നിന്ന് കണ്ടില്ലെങ്കിൽ പിരിഞ്ഞു പോകണം, അത്ര തന്നെ. അപ്പോൾ നമുക്ക് ദീപക്കിനെ പ്രതീക്ഷിക്കണ്ടായോ? എന്താടോ, വളച്ചുകെട്ടില്ലാതെ തനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ? നിങ്ങൾക്കെല്ലാം തോന്നും നമ്മൾ ഇത്ര ബന്ധപ്പെട്ട് എവിടാ പോകുന്നതെന്ന്. സംശയം അസ്ഥാനത്തല്ല. അങ്ങകലെ ഒരു ഗ്രാമമുണ്ട്, പക്ഷിഗ്രാമം. പക്ഷികൾ, നിറച്ചു പക്ഷികൾ. ദാണ്ടെ ദീപക് സാർ എത്തി. എന്നും അവൻ വൈകിയാ. എന്താ, വൈകിപ്പോയോ? വൈകി എത്തുന്നവർ വിരുന്നുകാരല്ല. വിരുന്നുകാരെ പറ്റിയല്ല ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ തന്നെയും ഞാനൊരു ലോകതത്വം പറഞ്ഞെന്നേ ഉള്ളൂ. കള, ഞങ്ങളുടെ കൂടെ വരാനിറങ്ങിയതല്ലേ? ഏത് നരകത്തിലായാലും ഒരു നൂൽപാലത്തിലൂടെ അവിടം കടക്കാനും എനിക്കറിയാം. എന്റെ മോൻ അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് നേരം കളയണ്ട. ത്രിലോചന, വണ്ടി വിട്. പഴമക്കാർ പറയും 3 പേർ ചേർന്ന് ഒരു വഴിക്ക് പോകരുതും. പണ്ടൊരു കഥയുണ്ട്. വേണ്ട. എന്തുകൊണ്ട് വേണ്ട? എനിക്കറിയാം അച്ഛൻ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയെന്ന്. എന്നാ പറ, എന്തിനെ പറ്റി? ഒരു പക്ഷിപിടുത്തക്കാരന്റെ കഥ. ഞാനത് ചെറുപ്പം മുതൽ കേട്ട് കേട്ട് പഴകിയിരിക്കുന്നു. പക്ഷികളെ പിടിക്കുമ്പോഴേ നമ്മളെ തന്നെയാ പിടിക്കുന്നേ. എല്ലാത്തിനും അടിയിൽ പണം, പണം. 8 കാശിന് പോക്കില്ലാത്തവൻ ലക്ഷാധിപതിയാകുന്ന ഒറ്റുകാശിന്റെ കഥ അറിയാമോ? നിങ്ങൾ എങ്ങനെ അറിയും? പക്ഷിപിടുത്തക്കാരന്റെ കഥയാ അത്. വണ്ടി കേറുമ്പോ കഥകളില്ലേ? യാത്ര എത്ര വിരസമാണ്. ആ, ഇനി കഥകളൊക്കെ അങ്ങ് ചെന്നിട്ട്. ത്രിലോചന, ഒന്ന് കത്തിച്ചു വിട്.
ഇനി വണ്ടി പോകത്തില്ല. കിലോമീറ്റർ കുറയായി. എന്താ, എന്തു പറ്റി? റോഡിന് കുറുകെ ഒരു മരം വീണ് കിടക്കുകയാണ്. റേഡിയേറ്ററിൽ വെള്ളമില്ല. പോരുമ്പോ നോക്കാൻ പാടില്ലായിരുന്നോ? മരം വീണതിനും ആരാ കുറ്റക്കാരൻ? ഇതിനടുത്തെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ദാ, ആ കുന്നിന്റെ മുകളിലെ വീട്ടിൽ ചെന്ന് ഒന്ന് അന്വേഷിക്കേ. സുലോചന, നീ ആ ബക്കറ്റും എടുത്ത് ഒന്ന് പോയിട്ട് വാ. ഞാൻ ഒറ്റയ്ക്കോ? ഈ പേടിത്തൊണ്ടൻ എങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചതെന്ന് ആലോചിക്കുമ്പോഴാ. ആ, ഞാനും കൂടെ വരാം. ആ, ഇതാരോ മനഃപൂർവ്വം ചെയ്ത പണിയാ. ഇത്രയും കാലം ഇല്ലാത്തത് ഇന്നെങ്ങനെ വരാനാ? ആ, നമുക്ക് കാണാം. വെള്ളം എടുക്കാൻ പോയോ? ഇതാ പോയി കഴിഞ്ഞു. ആരെയും സഹിക്കാം, പക്ഷെ ഇവനെ വയ്യ. അനങ്ങാതെ നിന്നോ, പട്ടി കടിക്കത്തില്ല. ഇവിടെ ആരുമില്ലേ? വീട്ടുകാരെ, ഇവിടെ ആരുമില്ലേ? ആരാ അത്? ഞങ്ങളാ. ഈ പട്ടിയോട് കൂട്ടിക്ക. അത് കടിക്കത്തില്ല. കുരയ്ക്കുന്ന പട്ടിയെ കടിക്കത്തില്ല. അതറിയത്തില്ലായിരുന്നു. കുറച്ച് പട്ടി ചാടുമ്പോ തത്വം ഓർക്കാൻ പറ്റുമോ അമ്മച്ചി? ഇവിടെ കിണർ എവിടെയാ? അതാ അവിടെ തന്നെ. നേരം സന്ധ്യ ആവാറായപ്പം എന്തിനാ കിണർ അന്വേഷിക്കുന്നത്? ഞങ്ങള് നഗരത്തിൽ നിന്ന് വരികയാ. ജീപ്പ് കേടായി. ആ, തൊട്ടിയും കയറും അവിടെ തന്നെ ഉണ്ട്. എന്താ ആ ശബ്ദം? ഹേ, ഒന്നുമില്ലെന്നേ. അല്ല, എന്തോ ഉണ്ട്. നിനക്കെല്ലാം തോന്നുകയാ. അവിടെ ആരോ മറഞ്ഞു നിൽക്കുകയല്ലേ? വേണ്ട, അവിടെ ആരോ ഉണ്ട്. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം പഴങ്കഥകളിൽ കേട്ടിട്ടുള്ള മാതിരിയാ. നീ സമാധാനപ്പെട്. ദാ, ആ കിണറ്റിൻകരയിൽ ഒരു സ്ത്രീ നിന്ന് വെള്ളം കോരുന്ന കണ്ടോ? അതിന് ഇത് കാര്യം പെശക. അവളുടെ നോട്ടം കണ്ടോ? എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? അത് ഈ തന്നേര്, ഞാൻ കോരിത്തരാം. നിങ്ങൾ ആരാ? ഇത് നല്ല ചോദ്യമാ. ഉടയനെ പിടിച്ചു കെട്ടുന്ന കാലം. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നോക്കുകയല്ല, കാണുകയാണ്. എന്തിനാ ചിരിക്കുന്നത്? ആണുങ്ങൾ തന്നെയാണോന്ന് എനിക്കൊരു സംശയം. ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ജീപ്പ് അങ്ങ് വഴി കിടക്കയാ. ആണാണോ പെണ്ണാണോ എന്ന് തെളിയിക്കുന്ന കാര്യം പിന്നെ. അപ്പോ ഇനി എന്ന് കാണും? കാണാം. നാളെ നോക്കാം. വരുമല്ലോ. ഞാനിവിടെ കാത്തിരിക്കാം. കാത്തിരിക്കണ്ട, ഞാൻ വരാം. വെള്ളമെടുക്കാൻ പോയതിനെന്താ ഇത്രയും താമസിച്ചത്? ഇതിനോടകം ഞങ്ങൾ വഴിയിൽ നിന്ന് മരം മാറ്റിയില്ലേ? ഒരു പറ്റം ആളുകളും എത്തിയില്ലേ അതിനിടയില്? ഇതൊരു വിചിത്ര ലോകമാണെന്നേ. ആരും മനുഷ്യരെ പോലെ തോന്നുന്നില്ല, പ്രതിമകളാണ്. നമ്മൾ ഇവിടെ വരുമെന്ന് ഇവർ മണത്തറിഞ്ഞിരിക്കുന്നു. അനുഭവങ്ങൾ വഴിവെക്കുന്നത് അവിടേക്കാണ്. നിരത്തണം എല്ലാറ്റിനെയും, അല്ലേ മുതലാളി? നമ്മുടെ പക്ഷിവേട്ട ഇവിടെ മുതൽ ആരംഭിക്കാം. ഈ തഴപ്പുള്ള മരങ്ങളിൽ നിന്ന് തുടങ്ങും. നമ്മുടെ ചാർട്ടിൽ അടയാളപ്പെടുത്ത്. ഒന്നാം കുറ്റി ഇവിടെ എത്തിയോ? പക്ഷിരായത്ത് എത്തിയോ? എത്തി. കൂട്ടം കൂടുന്ന പക്ഷികൾക്കായി നമ്മുടെ വല പച്ചപ്പുകളിൽ പുതഞ്ഞു കിടക്കണം. വർഗീസേ, തയ്യാറായിക്കോ? നമ്മുടെ ഒന്നാം കുറ്റി തറച്ചു കഴിഞ്ഞു. നമ്മളൊന്ന് മറന്നു മുതലാളി. ചരട് ഇത്രയും മതിയാവും? മതിയടോ, ഉള്ള ചരടെ തൂങ്ങിക്കൊള്ളും. വല പൊട്ടിയ നമ്മൾ എന്ത് ചെയ്യും? വല പൊട്ടത്തില്ല. വലക്കണ്ണി പൊട്ടിച്ചു പറക്കുന്ന പക്ഷികളെ എടോ, അവറ്റകൾ മടങ്ങി വരത്തില്ല. അതിന് നമുക്ക് ആവശ്യവുമില്ല. ത്രിലോചന, വണ്ടി വിട്. സന്ധ്യയ്ക്ക് മുമ്പ് ടെന്റ് അടിക്കണം. ഒടുവിൽ നമ്മുടെ സ്ഥലമെത്തി. ഇവിടെയാ ടെന്റ് അടിക്കേണ്ടത്. അതിനിടെ ആളുകൾ അങ്ങൊന്നും ഇങ്ങൊന്നും വന്ന് എന്താ എല്ലാം കൂടെ? എന്നാത്തിനാ എല്ലാം കൂടെ? എന്ത് കാണാനാ? പോയില്ലടാ. അങ്ങനെ ഓടിക്കണ്ട. പാവങ്ങൾ നമുക്ക് വേണ്ടവരാ. ടെന്റ് കൂട്ടാൻ വേണം ചിലര്. വരും, ഈ കയററ്റം പിടിക്കണടാ. എടോ, ഇവിടെ കോഴിയെ കിട്ടുമോ? മൂപ്പിച്ചാ പറക്കും നിനം വേണം. ഉണ്ടെങ്കിൽ 2-3 കൊണ്ടുപോവാ. ഇന്ന് രാത്രിയിലേക്കാ. ഒന്നു കൊതിച്ചപ്പം രണ്ടു കിളന്നേ, ഒന്നര നാഴിക നിന്നു പുലന്നേ. രണ്ടു കൊതിച്ചപ്പം 4 കിളന്നേ, 4.5 നാഴിക നിന്നു പുലന്നേ. 7 കൊതിച്ചപ്പം 14 കിളന്നേ,
ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. എന്തോ ചോദിക്കാനാ? അതൊക്കെയുണ്ട്, എങ്ങ് കേറി വാ. എന്തിനാ? ആരാ നിങ്ങള്? പറയുന്നതിന് മുമ്പ് ചൂടാവാൻ തുടങ്ങിയാലോ? ഇന്നലെ വന്നവരെവിടുന്നാ? എന്തിനാ വന്നേ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നേ? കാര്യമുണ്ടെന്ന് വെച്ചോ. അതൊക്കെ രഹസ്യമാ. എനിക്കറിഞ്ഞൂടാത്ത രഹസ്യമോ? എന്താ നിങ്ങളുടെ പേര്? ഗിരിജ. 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 അതിന്റെ അർത്ഥം? ഇയാളുടെ പേരെന്താ? ത്രിലോചനൻ. ഇയാൾ എന്നെ ഗിരിജ കുഞ്ഞമ്മയെന്ന് വിളിച്ചോ. എന്താ? അതിന് നിങ്ങൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പേര് വിളിക്കണ്ട എന്തായാലും. എന്തിനാ എന്നെ വിളിച്ചേ? വല്ല ആവശ്യം ഉണ്ടെങ്കിൽ സഹായത്തിന് ഞങ്ങളൊക്കെ അടുത്തുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടരുള്ളത് കണ്ടില്ലാന്ന് വേണ്ടാന്ന് നിങ്ങളെ മുതലാളിയോട് പറയണം. എടാ ത്രിലോചന, ത്രിലോചന, ഞാനിവിടെ ഉണ്ടേ. മുതലാളി അന്വേഷിക്കുന്നു. അവന് വന്ന് നിൽക്കാൻ കണ്ട സ്ഥലം. ഞാൻ പോണു. ഗിരിജ കുഞ്ഞമ്മേ, പിന്നെ വരാം. ആരാ അത്? ഇന്നലെ വന്നവരിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അതെ. ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണോ വരുന്നേ? അല്ല. മുൻപ് എപ്പോഴാ വന്നിട്ടുള്ളത്? എന്തിനാ അതൊക്കെ അറിയുന്നേ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കയറി വരാം. കയറി വരാനല്ല ഞാൻ വന്നത്. അങ്ങനെ വരാൻ അറിയാത്തത് കൊണ്ടല്ല. ഇപ്പൊ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആ മരത്തിൽ ഞങ്ങൾക്ക് വല കെട്ടണം. പറഞ്ഞില്ലെന്ന് വേണ്ട. അനുവദിച്ചില്ലെങ്കിലോ? അനുവാദം വാങ്ങാനിൽ നിന്ന് വാങ്ങിച്ചിട്ടാ വന്നത്. എന്തായാലും അകത്ത് കയറുന്നില്ലല്ലേ? ഞാൻ ഈ പക്ഷിപ്പിടുത്തത്തിന്റെ കൂടെ കൂടിയത് ജീവിതപ്പാടിനാ. കെട്ടിയോളി മക്കളെയും ഇട്ടിട്ടാ ഇങ്ങ് വന്ന് കിടക്കുന്നേ. എന്തിനാ? ജീവിക്കാൻ. പക്ഷിപിടുത്തം എത്തറ്റമായി. മരച്ചില്ലകൾ ഇല്ലെങ്കിൽ മരക്കുറ്റിയായാലും മതി. വിശ്രമിക്കാൻ ഒരു സ്ഥലമായി. വർഗീസേ, ജോലി തുടങ്ങിക്കോ. അവിടെ ഒരു കുറ്റി, അതിന്റെ അപ്പുറത്ത് മറ്റൊന്ന്. താൻ പോയി പണിക്കാരെയൊക്കെ ശരിപ്പെടുത്ത്. അപ്പോ ഒറ്റയ്ക്കാണ് താമസം അല്ലേ? കുട്ടികളും ഭർത്താവും ഒക്കെ. എന്തിനാ അതൊക്കെ അറിയുന്നത്? ഒന്ന് ഓർക്കുമ്പോ അത് ശരിയാ. കുടുംബ ബന്ധങ്ങളൊക്കെ അറിയാതിരിക്കുകയാ നല്ലത്. ഇവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞോ. ഇവിടെ വരുന്നവരുടെയും പോണവരുടെയും കൃത്യമായ വിവരങ്ങൾ അറിയണം. എന്താ പേര്? ഗിരിജ. പണ്ടൊരു കാരണവര് വിരുന്നിന് പോയ കഥ അറിയാമോ? അവിടം വീടാക്കി. അതല്ല ഇവിടെ കഥ. പക്ഷി പിടിക്കാൻ ഇറങ്ങിയവർ ആ പക്ഷികളെ പിടിക്കും. നിനക്കറിയാമോ ആ പക്ഷിപ്പടയിലെ പ്രധാന പക്ഷിയെ? ഒന്നിക്കുന്ന ആ പക്ഷികൾ ഇവിടെ വരാറുണ്ടോ? വരാറുണ്ടോന്ന്? ഇല്ല. വർഗീസേ, ഇവിടെ വലയിട്ടേര് കുറ്റി ബലപ്പിക്കണം. എത്തും, ഇവിടെ പക്ഷികൾ എത്തും എന്ന് എനിക്കറിയാം. കിണറ്റിൻ കരയിൽ വെച്ച് കണ്ടുമുട്ടിയവർ വീണ്ടും കാണുകയാ. പറഞ്ഞ ദിവസം തന്നെ എത്തിയല്ലോ. പേര് പറഞ്ഞില്ലല്ലോ. സൗമിനി. ഇവിടെ പുറത്ത് കിടക്കുന്ന ഒഴിഞ്ഞ കൂട്ടിൽ എന്താ പക്ഷികളൊന്നുമില്ലാത്തത്? ഇല്ലാത്തത്? ഇല്ലായ്മയെ പൂരിപ്പിക്കാൻ വാക്കുകളില്ല. അതല്ലേ സത്യം? വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുന്ന ആളാണോ ഇദ്ദേഹം? എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. സൗമിനി പ്രതിമയായിരുന്നെങ്കിൽ ജീവനുള്ള ഒരു പ്രതിമ. ഇതൊരു തരം മനോരോഗമാണ്. നിങ്ങൾ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണണം. സൗമിനി ഇവിടെ കൂടെ അമ്മയുണ്ട്. പിന്നെ പിന്നെ എല്ലാവരും ഉണ്ട്. എല്ലാരും എന്ന് വെച്ചാൽ? നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊക്കെ തന്നെ. ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിവാഹിതനാണോ? അല്ല. എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സ്പഷ്ടം. ഞാൻ തോറ്റു. എന്റെ ഭർത്താവിനെ പറ്റിയാവാം, എന്റെ കുഞ്ഞുങ്ങളെ പറ്റിയാവാം. പക്ഷേ ഇത് രണ്ടും എനിക്കില്ല. പിന്നെ? ഉണ്ട്. എനിക്കെല്ലാരും ഉണ്ട്. പറയൂ, ഈ ദീപക്കിന് എല്ലാം മനസ്സിലാവും. ഇല്ല ദീപക്, എനിക്ക് പോലും മനസ്സിലാവാത്തത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാൻ? ഈ പക്ഷിയൊരെന്നാം പക്ഷി, കരളിൽ തീ കാക്കും പക്ഷി, ഒറ്റമരക്കാട്ടിൽ തനിയേ കൂടണയാൻ വൈകും പക്ഷി. ഈ പക്ഷിയൊരെന്നാം പക്ഷിയേ, കണ്ണിൽ ഘനി വിളയും പക്ഷി, കരളിൽ തീ കാക്കും പക്ഷി.
ഏതാ കൊച്ചനെ നീ? ഞാൻ ത്രിലോചനൻ. ത്രിലോചനൻ. സാക്ഷാൽ ശിവന്റെ പേരല്ലേ നിനക്ക് ഇട്ടിരിക്കുന്നത്? 2 ദിവസക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു വെള്ളം എടുക്കാൻ. കിണറ്റിക്കല് പോയത് ഈ അമ്മച്ചിക്ക് ഒന്നും ഓർമ്മയില്ലേ? ആ, ഇപ്പൊ എന്തിനാ വന്നേ? പക്ഷി പിടിക്കാൻ. ഇവിടെ എവിടെടാ കൊച്ചനെ പക്ഷി ഇരിക്കുന്നത്? കാട് തന്നെ വെട്ടി തെളിച്ചിരിക്കുകയല്ലേ? അമ്മച്ചിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാ. വെട്ടി തെളിച്ച കാട്ടിലല്ലേ ഇപ്പോഴും പക്ഷി ഇരിക്കുന്നത്. അല്ലാതെ അവറ്റകൾ എവിടെ പോവാനാ? കാടില്ലെങ്കിൽ പക്ഷിയൊക്കെ ചാവാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം, ഇവിടെ ആരൊക്കെയാ താമസം? ഒരു സ്ത്രീ, തുറച്ചു നോക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടോ? സൗമിനി, എന്റെ മോള്. എന്താ കാര്യം? അമ്മച്ചിയെ പറ്റി ചില കാര്യങ്ങൾ അറിയണം. എവിടെ നിന്ന് വന്ന് താമസിക്കുകയാണ്? എന്തിനു വന്നു? അത് നീ ചെന്ന് അവളോട് ചോദിക്ക്, സൗമിനിയോട്. ഇവിടെ നിങ്ങൾ രണ്ടും അല്ലാതെ വേറെ ഒരാൾ കൂടി ഉണ്ടോ? ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാ മതി. ഇല്ല. ഇല്ലല്ലോ, എനിക്കൊന്ന് പറയാനല്ലോ. കൂടുതൽ അപകടത്തിലാവുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വീക്കിന് കുറവ് കാണും. അതുകൊണ്ടാ. ഒരു കത്തെഴുതാൻ എത്ര ദിവസമായി ഞാൻ ആരോടെല്ലാം പറയുന്നെന്നോ? ആർക്കാണ് കത്ത്? എന്റെ മക്കൾക്ക്. അവരെവിടെ? 2 കുട്ടികളുണ്ടെന്നേ. 2 പേരെയും ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. ഞാനും ഇങ്ങനെ ആയിപ്പോയി. 2 പേരും കോൺവെന്റിലാ. അവിടെ സുഖമായി കഴിയുന്നു. എന്താ എഴുതേണ്ടതെന്ന് വേഗം പറഞ്ഞു തീർക്ക്. പ്രിയപ്പെട്ട സൂസി മോളെ, ഞാനിവിടെ സുഖമായി കഴിയുന്നു. മോൾക്കൊന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ. എന്തുണ്ടായാലും അമ്മയെ അറിയിക്കണം. മഠത്തിലുള്ളവരെ അനുസരിക്കണം. അച്ഛൻ മരിച്ചിട്ട് ഇന്ന് 3 വർഷമാകുന്നു. ഇതിനു മുമ്പ് ആരാണ് കത്ത് എഴുതാറുണ്ടായിരുന്നത്? ഇവിടെ വരുന്നതിൽ ആരെ കൊണ്ടെങ്കിലും എഴുതിക്കും. അവരെല്ലാം ചോദിക്കും മക്കളെ പറ്റി. എന്നിട്ട് ചിലർ അത് കേട്ട് കരയും. കരഞ്ഞിട്ട് എന്താ കാര്യം? ലോകം നേരെയാവുമോ? എനിക്ക് കരയാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നേരെ കണ്ണടയ്ക്കാനേ കഴിയൂ. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാ ജീവിതം എന്ന് ചോദിക്കാം. ഒരു സ്ത്രീക്ക് അവളുടെ ചാരിത്രത്തെക്കാൾ വലുതാണ് അവളുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഞെട്ടരുത്. സത്യാവസ്ഥ അറിയുമ്പോൾ ഞെട്ടാൻ ഞാൻ ആളല്ല. കുട്ടികളെ പോറ്റാൻ ഇരന്നു ചെന്നാൽ നിങ്ങൾ പറയില്ലേ ഒരു രാത്രിയാകട്ടെന്ന്? വിഷമിപ്പിക്കൊന്നും അല്ല കേട്ടോ. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഡയലോഗ് ധാരാളം കേട്ടിട്ടുള്ള ആളാണ്. ഇതിനെയും അത്ര ലാഘവത്തോടെയാണോ എടുക്കുന്നത്? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചത് കൊണ്ട് എന്താ ഫലം? ഇനി ബാക്കി കൂടെ പറയും. തുടരാൻ ഒന്നുമില്ല. അടിവര വീണ് കഴിഞ്ഞാൽ പിന്നെ പൂജ്യങ്ങളേ ഉള്ളൂ. പൂജ്യങ്ങൾ. ഇത്തവണ ഓണത്തിന് കുട്ടികളെ കാണാൻ ചെന്നപ്പോൾ എന്തിനാ കരയുന്നത്? കരയുകയല്ല, ഞാൻ സന്തോഷിക്കുന്നത് ഇങ്ങനെയാണ്. പണത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഇത്തവണ കുട്ടികൾക്ക് ഉടുപ്പ് ഞാൻ വാങ്ങും. വേണ്ട, ഔദാര്യം വേണ്ട. എനിക്ക് അവരെ പോറ്റാൻ ഇന്നത്തെ അവസ്ഥ വെച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. കരാറ് പാലിക്കുന്നവർ കണക്ക് തീർത്താൽ മാത്രം മതി. നഷ്ടത്തെപ്പറ്റി ചിന്തിക്കണ്ട. ഏറെ ഓർക്കുമ്പോൾ നഷ്ടങ്ങളെ കാണൂ. കുട്ടികൾക്കറിയില്ലേ അമ്മ? ഇത്തരം സംസാരമാണ് എനിക്ക് കൊള്ളുന്നത്. കുട്ടികൾ അറിയാറാവുന്ന ഒരു ദിവസം വരും. അത് അന്നല്ലേ? പക്ഷിപിടുത്തക്കാരാ, എന്താ നിങ്ങൾ പോവുക? ഒരു വലയേറ് കഴിയുമ്പോ. എന്നിട്ട് പോയാൽ തിരിച്ചു വരില്ല. അത് കഴിഞ്ഞാൽ? അതും കഴിഞ്ഞാൽ പുതിയ പുതിയ താഴ്വരകളിലൂടെ. എന്തായാലും അച്ഛനെ പോലെയല്ല മകൻ. നിർത്ത്. കസേര കളി പോലൊരു ജീവിതത്തിൽ വിഡ്ഢിവേഷം ഏതെങ്കിലും ഒരാൾ കെട്ടിയല്ലേ മതിയാവൂ. ഞാൻ മകൻ ആ വേഷം കെട്ടുകയാണ്. പേടിക്കണ്ട, ഇങ്ങോട്ട് മാറി നിന്നോ. ആരും കാണത്തില്ല. കണ്ടാലെന്താ? എന്നാലും അങ്ങനെയല്ല. ഞാനാ ത്രിലോചനൻ. എന്തിനാ? ഒന്നിനുമല്ല. പിന്നെ? ഓ, ഒന്നുമില്ല. ആ, എങ്കിലും ഈ നേരത്ത് എനിക്ക് കാണണമെന്ന് തോന്നി. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാ പറ. പറഞ്ഞാ ഇഷ്ടപ്പെടുവോ? പറയാതെ എങ്ങനെയാ അത് പറയുന്നത്? എങ്കിലും എങ്ങനെയാ ഞാനത് പറയുന്നേ? പറ. എനിക്ക് ഗിരിജ കുഞ്ഞമ്മയോട് സ്നേഹമാ. ഓ,
ഇത് പറയാനാണോ ഇത്രയും നേരം എടുത്തത്? ഇത്രയും കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. അധികം കാലമായില്ലല്ലോ, 2 ദിവസത്തെ പരിചയം. സ്നേഹം മാത്രമേ ഉള്ളൂ, കയ്യിൽ പണം വല്ലതും ഉണ്ടോ? പൈസയെക്കാളും വലുതല്ലേ സ്നേഹം? ആര് പറഞ്ഞു? ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന തുടർക്കഥയിൽ അങ്ങനെ പൈസ വരുമ്പം സ്നേഹം പോവും. ആഹാ, എന്നാല് കഥ തിരിച്ച. പണമില്ലാത്തവൻ പിണം. ഈ വേല ഇറക്കി ഈ ഗിരിജയോട് വേണ്ട. വന്ന പോലെ തിരിച്ചു പോകുമ്പോഴേ നിക്കണേ, ഈ കത്തുകൂടി ആ പെട്ടിയിലിട്ടായിരുന്നു. പക്ഷിക്കൂട്ടം വരും വരവിതു കണ്ടോ, ചിറകിന്മേൽ പുള്ളി പലകപ്പുള്ളി, ചുണ്ടയിൽ ചുവപ്പ് ചെഞ്ചോര ചോപ്പ്, ചങ്കിനു പുള്ളി ചുവന്ന പുള്ളി. നമുക്കാദ്യം ഇവിടെ തമ്പടിച്ചിരിക്കുന്ന മുതലാളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രസ്ഥാനത്തിന് നല്ല വളമായിരിക്കും. ജീവിതത്തോടുള്ള ആസക്തി പ്രസ്ഥാനത്തിനെതിരാണെന്ന പാഠം ഞാൻ എന്തുകൊണ്ടോ മറന്നു തുടങ്ങുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ സംഖ്യാബലത്തിൽ കുറവായതുകൊണ്ടാണ്. സൗമിനി, നിനക്ക് എന്ന് തുടങ്ങിയ മാറ്റം? നമ്മൾ നഗരത്തിൽ നിന്ന് ഇവിടെ എത്തിയത് പ്രകൃതി സൗന്ദര്യം ദർശിക്കാനല്ല, ഒരു യാത്രയുടെ ആരംഭം കുറിക്കാനാണ്. ഇനിയും കിട്ടാത്തൊരു ജീവിതത്തിനായി നമ്മുടെ പ്രത്യയ ശാസ്ത്രങ്ങൾ നമുക്ക് മടക്കി വെക്കാം. ആരോ വന്നു. അവരായിരിക്കും വേട്ടക്കാർ. ഞാൻ ഈ വഴിക്ക് രക്ഷപ്പെടാം. നീ വാതിൽ തുറന്ന് ആരും നോക്കൂ. ഓ, ദീപക്, വഴി തെറ്റിയിട്ടില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയതാവും. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്നത് നഗരത്തിലാ. എനിക്ക് പൂർവ്വ ചരിത്രം അറിയണ്ട. ഇന്ന് അത് മാത്രമാണ് കാണപ്പെടുന്ന സത്യം. ആള് പരുക്കനാണല്ലോ. സൗമിനിക്കരികിൽ നിൽക്കുമ്പോഴോ? 4 നാളുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്റെ അരികിലിരുന്ന് മൊഴിയുന്നു. സ്നേഹത്തെപ്പറ്റി, എന്നെ പറ്റി എന്തെങ്കിലും അറിയാമോ? എല്ലാം അറിയുമ്പോഴേക്കും നമുക്ക് അന്യരാകേണ്ടി വരും. ഹൃദയത്തിൽ കാതോർക്കുന്നവർ അറിയുകയല്ല, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാ ആ രാക്കളികൾ ചിലയ്ക്കുന്നു. രാത്രിയാവുകയാണ്. ഇനി മഞ്ഞു പെയ്യും. ഇരുട്ട് വന്ന് ഈ താഴ്വര മൂടുമ്പോൾ നമുക്കിനി, അല്ല, ദീപക്കിനി 3 നാൾ കൂടി. 7 നാൾ കൊണ്ട് പറഞ്ഞു തീരാത്തവർ 70 നാൾ കൊണ്ട് സ്നേഹിച്ചു തീർക്കുന്നതെങ്ങനെ? മനസ്സിലായില്ല. എന്താണ് സൗമിനി നീ പറഞ്ഞു വരുന്നതിനർത്ഥം? നിങ്ങൾ പക്ഷിപിടുത്തക്കാർ, വേദനയിൽ വലവീശി കാശ് നേടുന്നവർ. എന്നെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു? എന്താ സംശയം? വിലച്ചീട്ട് നൽകി ഒരു നാൾ നിങ്ങൾ ഇവിടുത്തെ പക്ഷികളെയും കൊണ്ട് കുന്നിറങ്ങും. ഈ മരങ്ങൾ അനാഥമാവും. അപ്പോഴും പറങ്കിമാവുകൾ പൂക്കുകയും കാറ്റ് വീശുകയും ചെയ്യും. ഒന്നു മാത്രം കാണില്ല, ഞങ്ങളുടെ കിളികൾ. നിങ്ങളെ ഞാൻ വെറുക്കുന്നു. സൗമിനി വെറുക്കാൻ മാത്രം എന്താണ് എന്റെ തെറ്റ്? നമുക്ക് ആ വിഷയം വിടാം. ഈ ഷെൽഫ് നിറയെ പുസ്തകങ്ങളാണല്ലോ. അതെ, പുസ്തകങ്ങൾ. ആരാ ദീപക്കിന് ഇഷ്ടമുള്ള എഴുത്തുകാരൻ? ഹേയ്, എനിക്കോ? പുസ്തകങ്ങളോ? ഇത് നല്ല കഥ. അച്ഛൻ എന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആക്കാനാണ് ആഗ്രഹിച്ചത്. ഞാനോ 4 സെമിസ്റ്റർ കഴിഞ്ഞപ്പോൾ കോളേജ് വിട്ടു. എന്ത് നന്നാക്കാനാ? ആരെ നന്നാക്കാനാ? ഓ ദീപക്, അതും പറഞ്ഞ് നിങ്ങൾ എന്താണ് ആ പുസ്തകത്തിന്റെ പുറന്താഴ്ന്നിരിക്കുന്നത്? ഓ, അതങ്ങ് ഒടിഞ്ഞു പോയല്ലോ. ദേഷ്യം തീർത്തതാണോ? ആരോടുള്ള ദേഷ്യം? അത് തന്നെയാ ഞാനും ചോദിക്കാൻ തുടങ്ങുന്നത്. എന്തായാലും ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത ഈ സുന്ദരിയുടെ മുഖം ചുളിഞ്ഞു. അത്രയല്ലേ ഈ പുസ്തകത്തിന് പറ്റിയിട്ടുള്ളൂ. ഞാൻ ഈയിടെ തീരെ വായന കുറവാണ്. പിന്നെ സ്വപ്നം കാണുന്നതാണ് എനിക്കിഷ്ടം. ജാലകത്തിലൂടെ പറന്ന് വെള്ളിൽപ്പറവകൾ ഈ മുറിയിൽ വരുന്നത്, പച്ചക്കിളികൾ മുന്തിരിക്കുലകളുമായി എന്റെ പുസ്തകലമാരിയിൽ ചേക്കേറാറുള്ളത്, തുടരെ തുടരെ സ്വപ്നങ്ങൾ. വിചിത്രമായിരിക്കുന്നല്ലോ. എനിക്ക് ചുമ്മാതിരിക്കാനാ ഇഷ്ടം. ഈ അക്ഷരങ്ങൾ വായിച്ചു കൂട്ടിയിട്ട് സൗമിനിയുടെ മുഖത്തുള്ള പോലെ ഒരു കണ്ണട സമ്പാദിക്കാമെന്നല്ലാതെ എന്ത് നേട്ടമാ ഉണ്ടായത്? നേട്ടമോ? ഒരു ഇലയനക്കം പോലെയുള്ളൂ സൗമിനി. ഒരു നാൾ നിലാവിൽ അലിഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെ ആ ചന്ദനമര ചുവട്ടിലേക്ക് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അന്ന് ഞാൻ ഇവിടെ കാണില്ലല്ലോ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, സ്വയം എന്തിനു വേണ്ടി ഈ തീരുമാനങ്ങൾ? എന്തിനു വേണ്ടിയെന്നറിയാത്ത വഴികൾ പലതുമില്ലേ ജീവിതത്തിൽ? ഞാൻ ശ്രമിക്കുന്നത് വിശ്വസിക്കാനാണ്, വിശ്വസിപ്പിക്കാനല്ല. ആ ജനാല അടയ്ക്കട്ടെ. എന്തിന്?
ഇവിടെ നമ്മൾ രണ്ടാളും നിൽക്കുന്നത് മറ്റാരും കാണണ്ട. നിങ്ങൾ ആരെയോ ഭയക്കുന്നു. ഭയന്നിട്ടല്ല. ഇതെവിടുന്നാണ് ഈ വെട്ടുകിളികൾ? ആരോ ഓടിച്ചു വിടുന്നതാണ്. ഇതെന്താണ്? ശല്യമായല്ലോ. അതങ്ങ് പൊയ്ക്കോളും. ഇത് എത്രയൊക്കെ ആയിട്ടും പോണില്ലല്ലോ. അത് പൊയ്ക്കോളൂ എന്നേ. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാ പോകുന്നില്ലല്ലോ. പക്ഷിപിടുത്തക്കാരാ, നിങ്ങൾക്കിതിനെ വലയിടാൻ കഴിയുന്നോ? കൂട്ടത്തിൽ പറക്കാത്ത പക്ഷിയാ ഇത്. എന്തായാലും കൊള്ളാം. വയൽപ്പൂക്കൾ വിരിഞ്ഞപ്പോൾ മുതൽ ധാന്യമണികൾ കൊത്തിയാർക്കാൻ വന്നവയാണ്. അതങ്ങ് പൊയ്ക്കോളൂ അതിന്റെ വാർഡിന്. ഞാൻ ഈ വാതിൽ തുറന്ന് പുറത്തു പോവുകയാണ്. ഇതാരാണ് ഒരു ഏണിപ്പുറത്ത് നിന്ന് വെന്റിലേഷനിലൂടെ നോക്കുന്നത്? ഞാൻ ശംഭു എന്ന് പറയും. ശംഭു എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നത്? കാണാൻ മേലാഞ്ഞിട്ടാ. എന്താണ് അകത്ത് നടക്കുന്നതെന്ന് അറിയാൻ. എന്നിട്ട് എന്ത് കണ്ടു? വിചാരിച്ചതൊന്നും കണ്ടില്ല. അപ്പൊ നിന്റെ ജോലി ഇതാ അല്ലേ? അടച്ചിട്ട മുറികളുടെ വിടവിലൂടെ നോട്ടം. വിടവില്ലെങ്കിൽ ഏണി വെച്ച് കയറി നിന്ന് നോക്കുക. കൊള്ളാമല്ലോടാ. പോ, കൺവട്ടത്ത് കണ്ടുപോകരുത്. ആഹാ, അങ്ങ് വിരട്ടാമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി കൊച്ചു മുതലാളി. വേറെ ആളെ നോക്കിക്കോ. ആര് പറഞ്ഞിട്ടാ നീ ഇവിടെ വന്നത്? നിയോഗമുണ്ട്. വിക്രമൻ ചേട്ടൻ പറഞ്ഞയച്ചിട്ടാ. ആര്? ഏത് വിക്രമൻ ചേട്ടൻ? വിക്രമൻ ചേട്ടനെ അറിയത്തില്ലേ? വിക്രമൻ ചേട്ടൻ ഇയാൾ ഇത് എവിടത്തുകാരനാ? വിക്രമൻ ചേട്ടന് 2 കൊമ്പുണ്ടോ? വിക്രമൻ ചേട്ടനെ അറിയാത്തവരായിട്ട് ഇവിടെ ആരുമില്ല. നിങ്ങൾ ആ പക്ഷിപിടുത്ത സെറ്റിലുള്ളതല്ലയോ? അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ നിയോഗിച്ചിരിക്കുക കാര്യങ്ങൾ അറിയാൻ, എല്ലാം ശ്രദ്ധിക്കാൻ. എന്നാ കേക്കട്ടെ. ശംഭു, നീ അടുത്തു വാ. ഇതിരിക്കട്ടെ ഈ രൂപ. ഇനി പറ കാര്യങ്ങൾ. സാറിനോടായതുകൊണ്ട് പറയുക. ഇവിടെ എല്ലാരും ഒറ്റക്കെട്ട. സാറിനോട് പറഞ്ഞൊന്നും ഒരു കുഞ്ഞറിയണ്ട. അതങ്ങനെ അതിന്റെ കിടപ്പ് വശം. ഇവിടെ ഒരുത്തനുണ്ട്, ഉദയൻ. അയാൾ അല്പം പെശക. അതുപോലെ ഈ ബന്ധം വേണ്ട, അത് വിട്ടുകള. തടി കേടാ. ആരുടെ കാര്യമാ? അത് ശംഭുവിന് അറിയത്തില്ലേ? ഈ വീട്ടിലെ കൊച്ചുമായിട്ടുള്ള ബന്ധം. കാര്യം എന്താന്ന് പറ. പറയാറായിട്ടില്ല. ഇനിയും നോട്ട് കെട്ടുകൾ ഇറക്കേണ്ടി വരും, അതറിയാൻ. പറഞ്ഞു വന്നാലോ ഒത്തിരി ഉണ്ട് താനും. അതുകൊട്ടെ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കും. വലിയ നോട്ടുകളും കരുതിക്കോ. ഈ മരങ്ങൾക്കു ചില്ലകളില്ലേ, ഇലകൾ പോയി വലകളിറങ്ങി. ഈ മരങ്ങൾക്കു ചില്ലകളില്ലേ, ഇലകൾ പോയി വലകളിറങ്ങി. അരുതരുതേ ചേക്കേറല്ലേ, പാറിപ്പോയി ഒന്നിച്ചൊന്ന. അരുതരുതേ ചേക്കേറല്ലേ, പാറിപ്പോയി ഒന്നിച്ചൊന്ന. വരി വരിക വരിക വരിക, കിളിർനാമ്പുകൾ കണ്ടു കഴിഞ്ഞ ശിഖരം പൂത്തമ്പിളി വന്ന. വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക, വരി വരിക വരിക വരിക. കൂട്ടരെ, ഇതെന്താണ് കഥ? പുറത്തുള്ളവർ നമ്മുടെ നാട്ടിൽ വന്ന് പക്ഷികളെ പിടിച്ചുകൊണ്ട് പോവുക, വലപാകി പ്രീണിപ്പിച്ച് അവർ വേട്ടയാടി തുടങ്ങിയിരിക്കും.